അപ്പോൾ പിന്നെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് മാസപ്പിറവി നമ്മൾ കാണാൻ സാധ്യതയുള്ള ദിവസം കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും. റുയ്യത്താണ് ബേസിക്, അഥവാ കാണുക എന്നതാണ് അടിത്തറ. കാണണം, അത് തന്നെയാണ്. അല്ലാണ്ട് മൊത്തം കണക്കൂട്ടി 5, 3, 8, 8, 10, 22, 30 30 കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പാസ്സാക്കുന്ന പണി നമുക്കില്ല. ഹിസാബിൻ്റെ വിഷയം എന്താണ്? ചന്ദ്രക്കല ഉണ്ടോ ഇല്ലയോ എന്നതിന് വേണ്ടി മാത്രം. അത് നിസ്കാരത്തിന് സമയം കലണ്ടർ നോക്കിയിട്ടല്ലോ കൊടുക്കുന്നത്. ചന്ദ്രക്കല ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കണക്ക്. അല്ലാണ്ട് നോമ്പും പെരുന്നാളും കണക്ക് കൊണ്ട് തീരുമാനിക്കുന്നവർ അല്ല മുജാഹിദുകൾ, സലഫികൾ. KNM അതിന് 1-ാം നമ്പർ ഒരു ലൈനുണ്ട്. എന്താ? ഹിലാൽ കമ്മിറ്റി എന്ന് പറയുന്നത് നോക്കാനും പിടിക്കാനും പറയാനൊക്കെ ഉത്തരവാദപ്പെട്ടവർ. പിന്നെ ചില ആളുകളുണ്ട് മക്കയിൽ കണ്ടാൽ പോരെ, മക്കയിൽ കണ്ടാൽ പോരാ. അതിനെന്താ തെളിവ്? അതിന് തെളിവുണ്ട്. ഖുറൈബ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പോയി. മുആവിയ റളിയല്ലാഹു അൻഹു ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വെള്ളിയാഴ്ച രാത്രിയിൽ അവിടെ മാസപ്പിറവി കണ്ടു. അദ്ദേഹം മദീനയിൽ വന്നു. മാസം അവസാനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ എന്നാണ് മാസം കണ്ടത്? ഖുറൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെള്ളിയാഴ്ച രാത്രിയാണ്. വെള്ളിയാഴ്ച രാത്രിയല്ല, വെള്ളിയാഴ്ച രാവാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞു, മദീനയിൽ ഞങ്ങളിത് ശനിയാഴ്ച രാവാന്ന് കണ്ട്. അപ്പോൾ ഖുറൈബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിനോട് ചോദിക്കുകയാണ്, അവലാ തക്തഫി ബിറുഅയത്തി മുആവിയ, ഷാമില് മുആവിയ റളിയല്ലാഹു അൻഹു കണ്ട ആൾ പോരെ നിങ്ങൾക്ക്? അത് സ്വീകരിച്ചുകൂടെ? ആരോട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്. നമ്മൾ എന്താ പറയല്? ഇപ്പൊ അറിയാൻ വകുപ്പൊന്നുമില്ല, അല്ല അന്ന് അറിയാനുള്ള വകുപ്പില്ല, ഇന്ന് പെട്ടെന്ന് അറിയാൻ വകുപ്പുണ്ട്. എന്നാ അന്ന് അറിഞ്ഞില്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഷാമിൽ മാസം കണ്ട് വെള്ളിയാഴ്ച രാവാന്ന്? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഒരു നോമ്പ് നമുക്ക് പോയ തന്നെ എന്ന് പറഞ്ഞിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു ആകുന്ന ഷാമിലെ ഭരണാധികാരിയുടെ അഭിപ്രായം, അവിടെ മാസം ഉറപ്പിച്ചത് ഇബ്നു അബ്ബാസ് മദീനയിൽ അംഗീകരിച്ചോ? ഇല്ല. അദ്ദേഹം ചോദിക്കുകയാണ്, അവലാനക്തഫീ ബിറുഅയത്തി മുആവിയ, മുആവിയ റളിയല്ലാഹു അൻഹു കണ്ട് ഉറപ്പിച്ച വെള്ളിയാഴ്ച രാവ് എന്ന ആ കണക്ക് പോരെ നമ്മൾക്ക്? അപ്പോ ഇബ്നു അബ്ബാസ് പറയുന്നു, ലാ, പറ്റില്ല. ഹാകദാ അമറനാ റസൂലുള്ളാഹ്, ഇപ്രകാരമാണ് ഞങ്ങളോട് റസൂലുള്ളാഹ് കൽപ്പിച്ചത്. ഇമാം മുസ്ലിം. ഇതിന് അർത്ഥം താരങ്ങള് ഇഖ്തിലാഫുൽ മത്താലിയ, ഉദിപ്പ് വ്യത്യാസം. ഇപ്പൊ രാത്രിയുള്ള സ്ഥലമുണ്ട്, രാവും പകലും മാറി വരുന്ന സ്ഥലങ്ങളുണ്ട്, മണിക്കൂറിന്റെ വ്യത്യാസമുള്ളതുണ്ട്, 2.5 മണിക്കൂറുണ്ട്, 1.5 മണിക്കൂർ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ചലനങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ സമയത്താണ് ഇപ്പൊ ഹറമിൽ ജുമാ നടക്കുന്നത്? അല്ല, വ്യത്യാസമുണ്ട്. അപ്പൊ ഇഖ്തിലാഫുൽ മത്താലിയ എന്ന് പറയുന്ന ഒരവസ്ഥ അതിലുണ്ട്. അപ്പൊ കർണാടകയിൽ മാസം കണ്ട് ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ അതിർത്തി പ്രദേശങ്ങൾ വരെ ഉണ്ടാവും. അവരെ ഉദിപ്പ് കണക്കാക്കുന്ന ഇപ്പൊ കലണ്ടറുകളിൽ ഇന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇത്ര 1 മിനിറ്റ്, 5 മിനിറ്റ്, 2 മിനിറ്റ് എന്നൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ സംഭവം ഇമാം നവവി റഹിമഹുല്ലാഹ് അന്ന ലികുല്ലി ബലദിൻ റുഅയതുഹും എന്ന ഒരു അധ്യായത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ നാട്ടിനും എന്ന് പറഞ്ഞാൽ ഇവിടെ കാസർഗോഡുകാരൻ കാണുക, കുറച്ചപ്പുറം പോയിട്ട് പിന്നെ ചെറുക്കക്കാരൻ വേറെ കാണുക, അത് കുറച്ച് കഴിഞ്ഞ് അപ്പുറത്ത് വേറെ കാണുക, കന്നങ്ങാട്, അതല്ല. ഇഖ്തിലാഫ്, ഉദിപ്പ് ഏകദേശം ഒരേ സമയമുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് അത് മതി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൂടി നമ്മൾ എന്താക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും അറിയിപ്പുകളും കാര്യമൊക്കെ പത്രത്തിലും ടിവിയിലും മറ്റുമൊക്കെ അറിയാവുന്നതാണ്. അതിന് ദിവസം കാര്യമൊന്നും ഞാൻ ഇവിടുന്ന് പ്രഖ്യാപിക്കേണ്ടതില്ല. അതിൻ്റെ അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ റമദാൻ ആയി കഴിഞ്ഞു, അന്ന് രാത്രി മുതൽക്ക് തന്നെ തറാവീഹ് നമസ്കാരം ആരംഭിക്കും. മൻ ഖാമ റമളാന ഈമാനം വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ, ഖിയാം റമളാനിൽ പങ്കെടുത്താൽ, ഈമാനോടെ ആഗ്രഹത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വല്ലവനും നമസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്ന റസൂലുള്ളാഹിന്റെ ഹദീസിലുള്ളത്. അതുകൊണ്ട് ആ സമയം നമ്മൾ എന്താക്കുക, ലാഭകരമാക്കി മാറ്റുക. മൻ ഖാമ എന്നും ഹദീസിലുണ്ട്, മൻ സാമ എന്നുമുണ്ട്. നോമ്പെടുത്താൽ, ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ അകാരണമായി ശരഈയായ ഉസ്ർ ഇല്ലാതെ ഒരു നോമ്പ് നഷ്ടപ്പെട്ടാൽ അത് വമ്പിച്ച നഷ്ടമാണ്. അതേ സ്ഥാനത്ത്
ഖുർആനിൽ പറഞ്ഞ ആ ഉസ്റുകൾ ഉള്ളവരാണെങ്കിലോ അവർക്ക് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ പൂർത്തിയാക്കിയാൽ മതി. അതെന്താ ഏതാന്നൊക്കെയുള്ള ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഖുതുബയിലൊക്കെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.